ഹലോ ഗൈസ്, ഇങ്ങനെ നോക്കണ്ട ഉണ്ണി, ഇത് ഞാൻ തന്നെയാണ്. എൻ്റെ കണ്ണ് എഴുതിയത് അത്രയും കുളമായിട്ടുണ്ട് കേട്ടോ, ഫുള്ള് കുളമായി. അതൊരു വേൾഡ് ഇഷ്യൂ ആണ്. ഇവിടെ കൂടുമ്പോൾ അവിടെ കുറയും, ഇവിടെ കൂടുമ്പോൾ അങ്ങനെ കറക്റ്റ് ചെയ്ത് ഫുള്ള് നേഴ്സറി കുട്ടിയെ പോലെ ആയി. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന്, എൻ്റെ നാട്ടിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ വളർത്തി വരും, എവിടെയെങ്കിലും വെച്ച് ഒടിയും, വളർത്തി വരും ഒടിയും. അങ്ങനെ ഇപ്പോൾ ഏകദേശം അബാക്കസ് പോലെ ഇരിക്കുന്നത്. ഇവിടെ താനും ഇവിടെ വരും, ഇവിടെ താന്നും ഇവിടെ തോന്നും. അപ്പം ഞാൻ വിചാരിച്ചു അതൊക്കെ അങ്ങ് പോട്ടെ. നമുക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്, നമുക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ അല്ലേ, അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെക്കാം. ഇത് ഞാൻ വാങ്ങിച്ച് ഇപ്പോഴൊന്നുമല്ല കേട്ടോ, എന്നോ വാങ്ങിച്ചൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ഈ ഇടയ്ക്കാണ് എനിക്ക് കിട്ടിയത്. അതിന് ഗമ്മില്ലാത്തതുകൊണ്ട് ഞാൻ ഗം എന്തായാലും ഇപ്പോഴായിട്ട് ഓർഡർ ചെയ്തതാണ്. ആമസോണിൽ നിന്ന് 100 രൂപയ്ക്കകത്തേ വരുള്ളൂ. അപ്പോൾ ഈ ഒരു സാധനം, അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുമെന്ന് നോക്കാനാണ് ഈ വീഡിയോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞു. കല്യാണത്തിന് മുന്നേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നഖം വളർത്താനും നെയിൽ പോളിഷ് ഇടാനും എല്ലാത്തിനും ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആ ഒരു സമയം നെയിൽ പോളിഷ് നോക്കുമ്പോൾ തന്നെ വീട്ടിൽ കൊല്ലും. അതുകൊണ്ട് തന്നെ അതങ്ങ് മറന്നു കളഞ്ഞു. പിന്നെ നെയിൽ പോളിഷ് അന്നൊക്കെയാണ് നെയിൽ റിമൂവറുണ്ട് കാര്യങ്ങളുണ്ട്, അതിനെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ നെയിൽ പോളിഷ് ഇട്ട് കഴിഞ്ഞ് ഇത് ലൈഫ് ലോങ് കിടക്കുമെന്ന് പറഞ്ഞാണ് കേട്ടോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ. അപ്പോൾ ആ ഒരു സമയം നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇപ്പോൾ നെയിൽ പോളിഷും നെയിൽ റിമൂവറൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം അതിൻ്റെ ഒരു പ്രശ്നമില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം. നമ്മുടെ ഇഷ്ടത്തിന് നെയിൽ നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ തന്നെ വരിക, വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ മേക്കപ്പ് കളയില്ല. അതുപോലെ തന്നെ നെയിലിലെ ഈ ഒരു പെയിൻറ്റ് നമുക്ക് കളയാൻ പറ്റും. പിന്നെ ഒരു കാര്യം വെച്ചാൽ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ആഗ്രഹങ്ങളൊന്നും മാറ്റിയത് ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് അങ്ങനെ ജീവിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. സത്യം പറഞ്ഞുകൊണ്ടല്ല, സത്യത്തിൽ നമ്മൾ ഈ ഗമ്മിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒട്ടിപ്പാണ്. സത്യം പറഞ്ഞാൽ നല്ല ഈസിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അത് റീയൂസബിൾ അല്ല. ഗമ്മും അങ്ങനെ തന്നെ. ഗമ്മ് നമുക്ക് ഇങ്ങനെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള നെയിലൊക്കെയാണ് വാങ്ങുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കിത് ഇളക്കിയിട്ട് വീണ്ടും ഗമ്മ് വെച്ച് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാം. ഓക്കെ, പിന്നെ എക്സ്പെൻസീവ് അല്ല. നമ്മളിപ്പോൾ 30 രൂപ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് കളഞ്ഞിട്ട് വേറെ വാങ്ങട്ടെ, അതും വിലയാണ്. ഞാൻ അതും കളയാൻ പഠിച്ചാണ് ഈ ഒരു ഗമ്മ് വാങ്ങിച്ചത്. അപ്പം നമ്മൾ ഫിനിഷ് ചെയ്തേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.